നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. നമ്മൾ പല അപകടങ്ങളും നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്നതാണ്. ഞാനൊരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻഡിക്കേറ്റർ, അതായത് നിങ്ങൾക്ക് ആ 100 മീറ്റർ എത്തുന്ന സമയം അറിയാം, നിങ്ങൾക്ക് അവർ തിരിയേണ്ട സ്ഥലം. ആ സമയത്ത് ഇൻഡിക്കേറ്റർ ഇടുക. അല്ലാതെ തൊട്ടടുത്ത് നിന്നിട്ട് പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞ് ബാക്കിൽ നിന്ന് വന്ന വണ്ടി ഇടിച്ചിട്ട് എപ്പോഴും ബാക്കിൽ വന്ന് ഇടിക്കുന്നവരെ പുറത്തെ കുറ്റം ആരോപിക്കുകയുള്ളൂ. നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം നിങ്ങളൊരു 10 മീറ്റർ വരുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയുക. പുറകിൽ വരുന്നവരെ ശ്രദ്ധിക്കില്ല പെട്ടെന്ന്. എന്നിട്ട് കാറുകാരെ ഇറങ്ങിയിട്ട് ആ ബൈക്കുകാരൻ്റെ അടുത്ത് തർക്കിക്കുക. നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടെ, ഇൻഡിക്കേറ്റർ ഇട്ടൊക്കെയല്ലേ നോക്കുമ്പോൾ. ശരി, ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, പക്ഷെ അവൻ തൊട്ടടുത്ത് വന്ന ശേഷമാണ് ഈ ഇൻഡിക്കേറ്റർ ഇടുന്നത്. മനസ്സിലാവുന്നതാ? അപ്പോൾ അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പിന്നെ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡോറ്, അതായത് നമ്മൾ കാറിൻ്റെ അകത്ത് ഇരിക്കുമ്പം ഈ ഡോറ് തുറക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ ഇടതുവശത്ത് ഒതുക്കി നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തുറക്കും. ഇങ്ങനെ തുറക്കുന്ന സമയത്ത് വലതുവശത്ത് കൂടി വരുന്ന ബൈക്ക് എത്ര ആക്സിഡൻറ്റ് കേസുകളെന്ന് അറിയുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കില്ല. അതായത് നമ്മൾ വാഹനം നിർത്തി സൈഡ് മിററിൽ കൂടെ വലതുവശത്തിൽ വല്ല വണ്ടികൾ വരുന്നുണ്ടോ എന്ന് ഒരു 5-10 മിനിറ്റ് നോക്കിയ ശേഷം പതുക്കെ ഡോറ് തുറന്ന് ഇറങ്ങും. അങ്ങനെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാൻ പറ്റും. ഇന്നിപ്പം ഒരു ഡോറ് അത് നിർത്തുന്നു, പെട്ടെന്ന് ഡോറ് തുറക്കുന്നു, ഒരു ബൈക്കുകാരൻ കൊണ്ട് ആ ഡോറ് ഇടിക്കുന്നു, അത് ബൈക്കുകാരൻ്റെ പരിക്ക് പറ്റുന്നു, കാറിന് ഡോറ് വളയുന്നു. അതൊക്കെ ഭയങ്കര അതായത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈ ആക്സിഡൻറ്റിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാകാൻ പറ്റും. പിന്നെ ഒരു കാരണവശാലും കൂട്ടുകാരെ, ഉറക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് ഉറങ്ങുക. ഒരു 10-15 മിനിറ്റ് ഉറങ്ങുക. അല്ലാതെ ഞാൻ വലിയ ഡ്രൈവറാണ്, ഞാൻ ലോങ്ങൊക്കെ ഒരുപാട് ഓട്ടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഒരു കാര്യമില്ല കൂട്ടുകാരെ. നമ്മളെ കണ്ണുകൾ തുറന്നിരിക്കും, പക്ഷേ നമ്മളെ മെമ്മറി ഉറങ്ങിപ്പോവും. ഇന്നൊക്കെ എന്തുമാത്രം ആക്സിഡൻ്റ് എന്നറിയാമോ? MC റോഡിൽ ഉറങ്ങിപ്പോയതാ. അതിൽ 2 പേര് സ്പോട്ടിൽ മരിച്ചു, ഒരു കുഞ്ഞിന് അത്ര സീരിയസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങുക. ധൃതി പിടിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് എന്തെടുക്കാനാണ്? റെസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഡോറ് തുറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സിഗ്നലിൽ നിർത്തുന്ന സമയത്ത് മുൻപിലുള്ള നമ്പർ പ്ലേറ്റ് കാണുന്ന രീതിയിൽ വാഹനം നിർത്താൻ നോക്കുക. കാര്യം എന്താ വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ ഹാഫ് ലൈറ്റ് ചാർജിൻ്റെ ഒരു വണ്ടി റിവേഴ്സ് വന്ന് ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ആക്സിഡൻറ്റിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.